യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരങ്ങൾക്കും ഈശോ മിശിഹായുടെ സമാധാനം നേരുന്നു. എല്ലാ ദിവസവും വചനം കണ്ടുകൊണ്ട്, വായിച്ചുകൊണ്ട്, കേട്ടുകൊണ്ട് വചനത്തെ ഗ്രഹിക്കുവാൻ നമ്മൾക്ക് ഈശ്വരൻ തരുന്ന ഈ സമയത്തിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം തിരുവചനം. എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളുടേതിലും വച്ച് ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും പ്രതീക്ഷിച്ചു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ ഈ കൂട്ടായ്മയിലുള്ള ആരെങ്കിലും, നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ദൈവത്തിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ജെറമ്യാ പ്രവാചകനിലൂടെ ഈശോ ആ വ്യക്തികളോട് ആവശ്യപ്പെടുകയാണ്, അനുതപിച്ച് എൻ്റെ മക്കളായി നിങ്ങളെ ഞാൻ സ്വീകരിക്കുവാൻ തയ്യാറാണ്. അനുതാപത്തോടുകൂടി നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, എന്നെ പിതാവേ എന്ന് വിളിച്ച് എൻ്റെ സമീപത്തേക്ക് വന്നാൽ ഞാൻ നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ദൈവമാണ് എന്ന് പിതാവായ ദൈവം നമ്മളോട് പറയുകയാണ്. ഈ നിമിഷം പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മൾക്കെല്ലാവർക്കും അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. സ്വർഗീയ പിതാവിനെ അപ്പ എന്ന് വിളിച്ച് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തുകയും ചെയ്യാം. അതിന് ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.